Hi friends, welcome back to Fries and Pies. ഇന്നത്തെ വീഡിയോ വന്നിട്ട് തവ പനീർ മസാലേൻ്റെ റെസിപ്പിയാണ്. സോ റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തവ പനീർ മസാല എങ്ങനെയാണ് ഉണ്ടാക്കുക എന്ന് നമുക്ക് വീഡിയോയിൽ പോയിട്ട് കാണാം. അതേപോലെ തന്നെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണ് ആവശ്യമുള്ളതും കൂടിയും നമുക്ക് കാണാം. So without any further ado, let's get into the video. Our hearts beat to the city streets. We began to feel the fire. 200 grams പനീറിലേക്ക് 1.5 tablespoon red chili powder, 1 tablespoon ഗരം മസാല, ആവശ്യത്തിന് ഉപ്പ്, 2 tablespoon തൈര് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ഹാഫ് ആൻ അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. കടായി ചൂടാവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം 2 മീഡിയം സൈസ്ഡ് ചോപ്ഡ് അനിയൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. നല്ലോണം ഒന്ന് സോഫ്റ്റ് ആവുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്യുക കേട്ടോ. എന്നിട്ട് 3 പച്ചമുളക് ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടിയും ഒന്ന് സോട്ട് ചെയ്യുക. വൺ ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. റോ സ്മെല്ല് മാറുന്നത് വരെ ഒന്ന് സോട്ട് ചെയ്യുക. ഒരു വലിയ ക്യാപ്സിക്കം ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതും കൂടിയും ഒന്ന് നന്നായിട്ട് സോട്ട് ചെയ്യുക. ഒരു വലിയ ടൊമാറ്റോ ചോപ്പ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടിയും നന്നായിട്ടൊന്ന് സോട്ട് ചെയ്യുക. ടൊമാറ്റോസൊക്കെ നല്ലോണം ഒന്ന് സോഫ്റ്റ് ആയിട്ട് വരണം കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്യുക. ഇനി നമുക്ക് മസാലാസ് ആഡ് ചെയ്ത് കൊടുക്കണം. 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി പൗഡർ, 1 ടേബിൾ സ്പൂൺ കൊറിയാൻഡർ പൗഡർ, ഹാഫ് ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ, 1 ടേബിൾ സ്പൂൺ ചാറ്റ് മസാല ആഡ് ചെയ്ത് കൊടുത്തിട്ട് പൗഡേഴ്സിൻ്റെ റോ സ്മെല്ല് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് സോട്ട് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം. 1.5 ഗ്ലാസ് വെള്ളം ആണ് കേട്ടോ ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ വെള്ളം നന്നായിട്ടൊന്ന് ബോയിലായിട്ട് വരണം. ലിഡ് വെച്ച് അടിച്ചിട്ട് ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട്. നന്നായിട്ട് ബോയിലായിട്ടുണ്ട് കേട്ടോ. ഇനി മാരിനേറ്റഡ് പനീർ കൂടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് സ്റ്റിർ ചെയ്ത് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ്സ് കുക്ക് ചെയ്തെടുക്കാം. എന്നിട്ട് 1 ടീസ്പൂൺ കസൂരി മേത്തിയാണ് നന്നായിട്ടൊന്ന് കയ്യിൽ വെച്ചിട്ടൊന്ന് റബ്ബ് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഫൈനലി മല്ലിയില കൂടിയും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് കമ്പൈൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പം നമ്മുടെ തവ പനീർ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. കുറച്ച് മല്ലിയില കൊണ്ട് ഒന്ന് ഗാർണിഷ് ചെയ്ത് കൊടുത്തിട്ട് സെർവ് ചെയ്യാം. ചൂട് ചപ്പാത്തി, പൊറോട്ട, ദോശൻ്റെ കൂടെയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് കോമെൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഡു നോട്ട് ഫർഗെറ്റ് ടു ഗിവ് തംസ് അപ്പ്. റെസിപ്പി ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സ് ആയിട്ടൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. അതേപോലെ തന്നെ ഫസ്റ്റ് ടൈം ആ വീഡിയോ കാണുന്നതെങ്കിൽ മറ്റുള്ള വീഡിയോസും കൂടിയും കണ്ടു നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. എന്നിട്ട് ഓൾ എന്നൊരു ഓപ്ഷൻ കൊടുത്താൽ ഞാൻ ഫ്യൂച്ചറിൽ വീഡിയോസ് ഇടുമ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കിട്ടും. അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് പെട്ടെന്ന് തന്നെ കാണാം. അൻറ്റിൽ ദെൻ ബൈ, ടേക്ക് കെയർ. താങ്ക്സ് ഫോർ വാച്ചിങ്.